ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മീനാക്ഷി സാവിത്രിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതേസമയം സാവിത്രിയുടെ കഴുത്തില് കുഴം വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാണെങ്കിലും മർമ്മം നോക്കി തന്നെ ആ തല്ലിയിരിക്കുന്നതെന്ന് തിരുമെന്ന സ്ത്രീ പറയുകയാണ്. അതേസമയം മീനാക്ഷി പറയുകയാണ്, എനിക്ക് തോന്നുന്നത് ആ ഗുണ്ടകള് കോഴി കച്ചവടക്കാരായിരുന്നെന്നാ. അതുകൊണ്ടല്ലേ കഴുത്തിന് തന്നെ പിടിച്ചത്. തുടർന്ന് അവരവിടുന്ന് പോകുമ്പോൾ മീനാക്ഷി പറയുകയാണ്, ഞാൻ നിങ്ങളോടെ മറ്റൊരു കാര്യം പറയാനാ വന്നത്. എനിക്കും എൻ്റെ ഭർത്താവിനും കുഞ്ഞിനും കൂടി ഒന്ന് കറങ്ങാൻ പോണായിരുന്നു. നിങ്ങൾ വേണം ACPയോട് ആ കാര്യം പറയാൻ. ഭർത്താവെന്നോ? അതിന് നിന്നെ ഇവിടെ ആരും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഒരടിമ കച്ചവടം നടത്തി നീയാണ് ഇവിടുത്തെ അടിമയും. അങ്ങനെ എൻ്റെ മകനെ നിന്റെ താളത്തിനൊത്ത് തുള്ളിക്കാമെന്നൊന്നും നീ കരുതണ്ട. എൻ്റെ കഴുത്തിന് മുകളിൽ തലയുള്ളിടത്തോളം കാലമേ എൻ്റെ മകൻ നിന്റെ ഒപ്പം കറങ്ങാനേ വരില്ല. അപ്പോ അങ്ങനെയാണല്ലേ കാര്യങ്ങള്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിലേ എനിക്ക് ആ അറ്റകൈ പ്രയോഗം നടത്തേണ്ടതായി വരും. അതിത്തിരി കടുത്ത പ്രയോഗമാണെന്ന് മീനാക്ഷി പറയുമ്പോ സാവിത്രി ചോദിക്കുകയാണ്, എന്താ? ആ വീഡിയോ ഞാനേ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ അതിന്റെ ഓരോ കോപ്പി വെച്ച് നമ്മുടെ മന്ത്രിമാർ മനുഷ്യാവകാശ പ്രവർത്തകർക്കും എല്ലാം അയക്കുകയും ചെയ്യാം. നീ എന്തൊക്കെയാടി ഈ പറയുന്നതെന്ന് സാവിത്രി ചോദിക്കുന്നു. നിങ്ങള് എൻ്റെ അമ്മയോടും മുത്തശ്ശിയോടും സ്ത്രീധനം ചോദിക്കുന്നതേ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മീനാക്ഷി തന്റെ ഫോണിൽ ആ വീഡിയോ സാവിത്രിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോ കാണുന്ന സാവിത്രി ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്നിട്ട് സാവിത്രി പറയുകയാണ്, ഈ വീഡിയോ കൊണ്ടേ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റുമെന്നേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ത്രീധനം ചോദിച്ചാലേ എന്ത് ശിക്ഷയാ കിട്ടുന്നതെന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. തുടർന്ന് തന്റെ ഫോണിൽ നോക്കിയതിനു ശേഷം മീനാക്ഷി പറയുകയാണ്, സ്ത്രീധനം ചോദിച്ചാലേ ഏറ്റവും കുറഞ്ഞ ശിക്ഷയെ 5 വർഷം കഠിന തടവാണ്. കൂടാതെ 15,000 രൂപ പിഴയും. പിന്നെ നിങ്ങൾ സ്ത്രീധനം ചോദിച്ച കുറ്റത്തിന് നിങ്ങളുടെ മകന്റെ ജോലി പോവുകയും ചെയ്യും. അമ്മയ്ക്കും മകനും കൂടി നേരെ ജയിലിലേക്ക് പോകാം. ഇതൊക്കെ കേൾക്കുന്ന സാവിത്രി പേടിയോടെ നിൽക്കുകയാണ്. നിക്ക് നിക്ക്, നീ ഇതൊന്നും ചെയ്യണ്ട. നിനക്കിപ്പോ എന്താ വേണ്ടത്? കാർത്തി നിന്നെയും കുഞ്ഞിനെയും കൊണ്ട് കറങ്ങാൻ പോകണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ നടത്തിത്തരാം. ഇത് കേൾക്കുന്ന മീനാക്ഷി പറയുകയാണ്, ആ അത്ര മതിയല്ലോ. അങ്ങനെ വഴിക്ക് വരാൻ നോക്ക്. പിന്നീട് കാണിക്കുന്നത് കാർത്തി റെഡിയായിട്ട് മീനാക്ഷിയുടെ അടുത്തേക്ക് വരുന്നതാണ്. എന്റെ വയ്യാത്തമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാ നിന്നെ കൊണ്ട് ഞാൻ ഔട്ടിങ്ങിന് പോകുന്നത്. അതെ, വയ്യാത്തമ്മ തന്നെ. ആ ഗുണ്ടകള് വോളിബോൾ എറിയുന്നത് പോലെയല്ലേ ഇട്ട് കളിച്ചത്. എല്ലു വല്ലതും പൊട്ടിയോ എന്ന് കണ്ടറിയാമെന്നൊക്കെ മീനാക്ഷി പറയുമ്പോ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന് കാർത്തി പറയുന്നു. അതെ, ആ കൈ നിങ്ങൾ അവിടെ തന്നെ വെച്ചാ മതി. അല്ല, നെറ്റിപ്പട്ടമൊക്കെ അണിയിച്ചുകൊണ്ട് ആ മൈഥിലിയെ കൊണ്ട് നിങ്ങൾ കറങ്ങാൻ പോകുമായിരുന്നല്ലോ. പിന്നെ എന്താ? നിന്നോട് സംസാരിക്കാനൊന്നും ഞാനില്ല. ഞാൻ കാറി കാണുമെന്ന് പറഞ്ഞ് കാർത്തി താഴേക്ക് പോകുന്നു. അതേസമയം തന്റെ കൂട്ടുകാരി രാഗേന്ദുവിനെ വിളിച്ച് കാർത്തിയുമായിട്ട് കറങ്ങാൻ പോകുന്ന കാര്യമെല്ലാം മീനാക്ഷി പറയുന്നു. പിന്നെ ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ ഒപ്പം മണിയമ്മയുടെ വീട്ടിലേക്ക്. അത് നീ എങ്ങനെ വരും മീനാക്ഷി എന്ന് അവർ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വന്നോളാമെന്നും എന്താണെങ്കിലും നിങ്ങൾ എന്നെയും കൂട്ടിക്കൊണ്ടു വേണം അങ്ങോട്ടേക്ക് പോകാനെന്നും മീനാക്ഷി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തി മീനാക്ഷിയെയും കുഞ്ഞിനെയും കൊണ്ട് ഔട്ടിങ്ങിന് വന്നിരിക്കുന്നതാണ്. കാർത്തി ബലം പിടിച്ച് മാറി നിൽക്കുന്നത് കാണുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അതെ, ചെമ്പകമംഗലത്തെ ശ്വാസം മുട്ടലിൽ നിന്നും ഒരാശ്വാസത്തിന് വേണ്ടിയാ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോ നിങ്ങളെന്താ ലോറിയുടെ അടിയിൽപ്പെട്ട തവളെ പോലെ ഇങ്ങനെ നിൽക്കുന്നത്? ഇവിടെയെങ്കിലും നിങ്ങൾക്കല്പം മസിലുപിടുത്തമൊക്കെ കുറച്ചുകൂടെ? ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്റെ കൈ പിടിച്ച് ഇവിടെ നിന്ന് ഡാൻസ് കളിക്കാമെന്ന് കാർത്തി പറയുമ്പോ മീനാക്ഷി കുഞ്ഞിനെ കാർത്തിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതെ, നിങ്ങളും നിങ്ങളുടെ കുഞ്ഞും കൂടി ഇവിടേക്ക് പാർക്കിൽ കറങ്ങി നടന്നോ. ഞാൻ എൻ്റെ പാട്ടിന് പോവുകയാ. എനിക്ക് വയ്യ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ബോറടിച്ചുകൊണ്ട് നിൽക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി അവിടെ നിന്ന് പോകുമ്പോ കാർത്തി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി മണിയമ്മയുടെ വീട്ടിലേക്ക് തന്റെ കൂട്ടുകാരികളുമൊത്ത് പോകുന്നതാണ്. അങ്ങനെ മണിയമ്മയുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം മീനാക്ഷി മണിയമ്മയുടെ മോളെ പറ്റി തിരക്കുകയാണ്. മോള് അകത്തുണ്ടെന്ന് പറഞ്ഞ് മണിയമ്മയെ വിളിക്കുകയാണ്. അങ്ങോട്ടേക്ക് വരുന്ന മൈഥിലി മീനാക്ഷിയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. അത് പിന്നെ മോൾ ഉറങ്ങുകയായിരിക്കും, അതാ ഇങ്ങോട്ടേക്ക് വരാത്തതെന്ന് മണിയമ്മ പറയുന്നു. അതേസമയം മൈഥിലിയുടെ ഫോട്ടോ കാണിച്ചിട്ട് മീനാക്ഷി ചോദിക്കുകയാണ്, ഇതാണോ അമ്മയുടെ മോള്? ആ ഫോട്ടോ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മണിയമ്മ. അതേസമയം മണിയമ്മ തന്നെ പിടിച്ചു കൊടുക്കുമോ എന്നുള്ള പേടിയിൽ നിൽക്കുകയാണ് മൈഥിലി. അപ്പോഴാണ് അന്ന് വൈശാഖും മൈഥിലിയും വീട്ടിലേക്ക് വന്ന ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം മണിയമ്മ ഓർക്കുന്നത്. ഒരുപക്ഷെ മൈഥിലിയുടെ ബന്ധുക്കാര് മൈഥിലിയെ പിടിച്ചുകൊണ്ടുപോകാൻ വന്നതായിരിക്കുമോ എന്ന് കരുതി ഇതല്ല തന്റെ മോളെന്ന് കള്ളം പറയുകയാണ് മണിയമ്മ. അതേസമയം ഇത് കേൾക്കുന്ന മൈഥിലിക്ക് സമാധാനമാകുന്നു. അങ്ങനെ മീനാക്ഷി അവിടെ നിന്ന് പോവുകയാണ്. ഇത് കാണിക്കുന്നത് കുഞ്ഞിനെയും കൊണ്ട് ചെമ്പകമംഗലത്തേക്ക് വന്നിരിക്കുന്ന കാർത്തിയെയാണ്.
കാർത്തിയുടെ വണ്ടി കണ്ടുടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് സാവിത്രി. അല്ല, നീ മാത്രമുള്ളോ? അവൾ എവിടെയെന്ന് സാവിത്രി ചോദിക്കുമ്പോ കാർത്തി പറയുകയാണ്. അപ്പോ അവൾ ഇങ്ങോട്ടേക്ക് വന്നില്ലേ? ഇല്ലല്ലോ, അവൾ ഇങ്ങോട്ടേക്ക് വന്നില്ല. അവള് പാർക്കിൽ വെച്ച് എന്നോട് പിണങ്ങി കുഞ്ഞിനെ എന്റെ കൈ തന്നിട്ട് പോയതാണെന്ന് കാർത്തി പറയുമ്പോ സാവിത്രി പറയുകയാണ്. അവള് പോയോ? പോയെങ്കിൽ ഒരു പോക്ക് പോകട്ടെ, മനുഷ്യന് അത്രയും സമാധാനം കിട്ടും. ഇത് കേൾക്കുന്ന കാർത്തി പറയുകയാണ്. അവള് ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ പിന്നെ എവിടെ പോയി കാണും? അവള് പോയാ എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം ആര് നോക്കുമെന്ന് കാർത്തി പറയുമ്പോ ഞാൻ നോക്കാമെന്ന് സാവിത്രി പറയുന്നു. പിന്നെ സ്വന്തം മോനായ എന്നെ വളർത്താൻ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ച അമ്മയല്ലേ എന്റെ കുഞ്ഞിനെ നോക്കാൻ പോകുന്നത്. അതേസമയം മീനാക്ഷി ഒരു ഓട്ടോയില് അങ്ങോട്ടേക്ക് വരികയാണ്. കാർത്തി ദേഷ്യത്തോടെ മീനാക്ഷിയോട് ചോദിക്കുകയാണ്. നീ ഇത്രയും നേരം എവിടെ പോയിരിക്കുകയായിരുന്നു? സ്നേഹത്തോടെ ഒരു വാക്കുപോലും പറയാത്ത നിങ്ങളുടെ കൂടെ നിക്കണ്ടെന്ന് എനിക്ക് തോന്നി, അതാ ഞാൻ പോയത്. നിനക്ക് മറ്റെന്ത് കാര്യമോ ഉണ്ടായിരുന്നതെന്ന് കാർത്തി ചോദിക്കുമ്പോ ഞാനേ വക്കീലിന്റെ അടുത്ത് പോയതാണെന്ന് മീനാക്ഷി പറയുന്നു. നിങ്ങൾ അമ്മയുടെയും മകന്റെയും പേരിൽ ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ പോയതാ. കേൾക്കുന്ന കാർത്തിയും സാവിത്രിയും ഞെട്ടലോടെ നിൽക്കുകയാണ്. അല്ല, ഞങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് സാവിത്രി ചോദിക്കുമ്പോ ഇത് കേട്ട് സംശയത്തോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.